ഹായ് എവരി വൺ. കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായിട്ട് നമ്മൾ വർക്ക് എന്താണെന്നും ഹീറ്റ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി ഈ ബേസിക് ടേംസിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് പ്രോസസ്സിൽ നമ്മളൊരു 4-5 പ്രോസസ്സ് പഠിച്ചായിരുന്നു അല്ലേ? ആ പ്രോസസ്സിനെ തന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഡിഫറൻറ്റ് പ്രോസസ്സിലെ വർക്കൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കോളൂ, വർക്ക് ഡൺ ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. നോക്കൂ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. നോക്കിക്കോളൂ, നോക്കൂ, ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് വർക്ക് ഡൺ ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, വർക്ക് ഡൺ ഡബ്ല്യു ഞാൻ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഹീറ്റ്, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഹീറ്റ് കണ്ടുപിടിക്കുക? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനെപ്പറ്റി ഒന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കണം, ചേഞ്ച് ഇൻ എൻതാൽപ്പി നമുക്ക് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കവർ ചെയ്യാനുള്ളത്. അതും ഡിഫറെൻറ്റ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? 4-5 ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സിൽ റിവേഴ്സിബിൾ പ്രോസസ്സിലും അതേപോലെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സിലും നമുക്ക് വർക്കും ഹീറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നോക്കിക്കോളെ, വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമലിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ, എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത്രയും നമുക്കറിയാം. ഇനി ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഞാൻ സംസാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടത്തേക്ക് പോവാം, റിവേഴ്സിബിൾ പ്രോസസ്സിലേക്ക് പോകാം. ഓക്കെ, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എക്സ്റ്റേണൽ പ്രഷർ ഓർമ്മയുണ്ടോ? എക്സ്റ്റേണൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരുന്നോ അല്ലെങ്കിൽ വേരിയബിൾ ആയിരുന്നോ? യെസ്, കോൺസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, ഒരു സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് ഫൈനൈറ്റ് ടൈമിൽ ഫൈനൈറ്റ് സ്റ്റെപ്പിൽ തീരുന്ന പ്രോസസ്സാണ് നമ്മുടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. യെസ്, ഇങ്ങനെ അല്ലേ? യെസ്, അപ്പോൾ ഇവിടെ എന്താണ്? എക്സ്റ്റേണൽ പ്രഷർ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് യെസ്, ദിസ് ഇസ് അവർ സിസ്റ്റം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് പി എക്സ്റ്റേണൽ ഈസ് വോട്ട്? കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡി വി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ മൈനസ് പി എക്സ്റ്റേണൽ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വർക്ക് ഡണിൻ്റെ സെയിം ഇക്വേഷൻ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഹീറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹീറ്റ് എങ്ങനെയായിരിക്കും? നോക്കി, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഹീറ്റാണ് കണ്ടുപിടിക്കുന്നത്, ഇവിടെ എഴുതാം ഹീറ്റ്. ഓക്കെ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണല്ലോ അല്ലേ? ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഇൻ എൻ ഐസോതെർമൽ പ്രോസസ് ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. വിച്ച് മീൻസ് ക്യൂ ഇസ് ഈക്വൽ ടു വോട്ട്? മൈനസ് ഡബ്ല്യു. അല്ലെങ്കിൽ ഡബ്ല്യു എന്താണ്? മൈനസ് ഓഫ് മൈനസ് പി ഡി വി ആണ്. അല്ലെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? യെസ്, പ്ലസ് പി ഡി വി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഓർ വി can also write what? P into V final minus V initial എന്നുള്ള രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. This is equation of what? Yes, heat for an irreversible process. ഇവിടെ എന്തായിരിക്കും? Irreversible ആണ്. ഓക്കെ, ഇനി ഇതേപോലെ ഡെൽറ്റ യു ഫോർ an isothermal process, ഡെൽറ്റ യു എന്താണ്? 0 ആണ്. ഓഫ് കോഴ്സ് ഡെൽറ്റ എച്ചും ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? റിവേഴ്സിബിൾ പ്രോസസ്സ്. നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? റിവേഴ്സിബിൾ പ്രോസസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇവിടെ നോക്കിക്കോളെ, ഐസോതെർമൽ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐസോതെർമലിൽ റിവേഴ്സിബിൾ പ്രോസസ്സ്, ടെമ്പറേച്ചർ എന്താണ്? എഗെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡെൽറ്റ ടി 0 ആയിരിക്കും. എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല. ആൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇവിടെ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താണ്? യെസ്, വേരിയബിൾ ആയിരുന്നു.
അല്ലേ? ഓർമ്മയില്ലേ? യെസ്, ദേ ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈസ് ഓൾവേസ് ഇൻ വോട്ട്? യെസ്, ഇക്വിലിബ്രിയം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഓർമ്മയുണ്ടാവും അല്ലേ? നമ്മുടെ പിസ്റ്റണൊക്കെ വരച്ചിട്ട് യെസ്, ഇങ്ങനെ 2 പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നു. റിവേഴ്സിബിൾ പ്രോസസ്സിൽ പി എക്സ്റ്റേണലും പി ഗ്യാസും എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ഓൾവേസ് ഇൻ ഈക്വിലിബ്രിയം. ആൻഡ് പി എക്സ്റ്റേണൽ എന്തായിരിക്കും? എപ്പോഴും വേരിയബിൾ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരുന്നില്ല. യെസ്, അപ്പോൾ അത് ഞാൻ എഴുതുകയാണ്. പി എക്സ്റ്റേണൽ ഈസ് വേരിയബിൾ. ഓക്കെ, വേരിയബിൾ. അപ്പോൾ എൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് പി എക്സ്റ്റേണൽ ഡി വി തന്നെയാണ് അല്ലേ? പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? ഈ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സ്റ്റേണൽ പ്രഷർ എന്താണ്? വേരിയബിൾ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? യെസ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഐ ഷുഡ് ഇൻറ്റഗ്രേറ്റ് ദിസ്, റൈറ്റ്? അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കണം, പി എക്സ്റ്റേണൽ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വോട്ട്? പി ഗ്യാസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, പി ഗ്യാസ് ഇൻറ്റു ഡി വി എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുന്നു. ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം അറിയാലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പി വി ഇസ് ഈക്വൽ ടു വോട്ട്? എൻ ആർ ടി, അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു വോട്ട്? എൻ ആർ ടി ബൈ വി എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റുമല്ലോ? പറ്റും. അപ്പോൾ ഞാൻ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എന്തായിരിക്കും? ഇതാ, എൻ ആർ ടി ബൈ വി ഡി വി അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ 1/x dx അല്ലേ? ഇൻറ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ln x ആയിരിക്കും, ln x. അപ്പോൾ അതും കൂടെ ഞാനിവിടെ എഴുതുകയാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എൻ ആർ ടി എന്തായിരിക്കും? യെസ്, ln v അല്ലേ? ln v എന്നുള്ള രീതിയിലുണ്ടാവും. ആൻഡ് ഇവിടെയുള്ള ലിമിറ്റ് എന്തായിരിക്കും? യെസ്, ദ ലിമിറ്റ് ഗോസ് ഫ്രം വി ഐ ടു വി എഫ് അല്ലേ? ഫൈനൽ വോളിയം, ഇനീഷ്യൽ വോളിയം ടു ഫൈനൽ വോളിയം. അങ്ങനെ ആകുമ്പോൾ യെസ്, നമ്മൾ ഇതും കൂടെ ഇവിടെ എഴുതുകയാണ്, വി ഐ ടു വി എഫ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യുക? -2.303 എൻ ആർ ടി ലോഗ് എന്ത് വരും? യെസ്, ലോഗ് വി വിത്ത് ലിമിറ്റ് വോട്ട്? വി ഐ ടു വി എഫ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ യെസ്, നമുക്കിങ്ങനെ കിട്ടും. ആൻഡ് സോ വി വിൽ ഗെറ്റ് വോട്ട്? -2.303 എൻ ആർ ടി ലോഗ് എന്ത് വരും? വി എഫ് ബൈ വി ഐ എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ ഓഫ് വോട്ട്? വർക്ക് ഡൺ ഇൻ വോട്ട്? യെസ്, റിവേഴ്സിബിൾ പ്രോസസ്. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് അറിയോ? ഇതാ, നമുക്കറിയാം പി ഐ വി ഐ ഇസ് ഈക്വൽ ടു പി എഫ് വി എഫ് എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ വി എഫ് ബൈ വി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി വി എഫ് ബൈ വി ഐ എന്ന് പറയുന്നത് പി ഐ ബൈ പി എഫ് എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും അല്ലേ? ഓർ ഐ കുഡ് ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്: ഡബ്ല്യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു -2.303 എൻ ആർ ടി ലോഗ് വോട്ട്? പി ഐ ബൈ പി എഫ് എന്നുള്ള രീതിയിലും എനിക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ വേരിയസ് ഫോംസ് ആണ്. ഈ എൻ ആർ ടിയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കോളെ, എൻ ആർ ടി എന്ത് എഴുതാൻ പറ്റും? പി വി എന്ന് എഴുതാൻ പറ്റത്തില്ലേ? സോ വി കുഡ് ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്: റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു -2.303 എൻ ആർ ടി പി വി ആണ് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ വോളിയവും ഫൈനൽ വോളിയം തരികയാണെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ലോഗ് വി എഫ് ബൈ വി ഐ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ വി കുഡ് ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്: -2.303 പി എഫ് വി എഫ് ലോഗ് വി എഫ് ബൈ വി ഐ എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ ഇവരുടെ എന്താണ്? യെസ്, വേരിയസ് ഫോംസ് ആണ്. ഓക്കെ, ഇനി ഹീറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിക്കോളൂ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു വോട്ട്? ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ? ഡബ്ല്യു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു ഇസ് വോട്ട്? 0. അങ്ങനെയാകുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഡബ്ല്യു വരും. മൈനസ് ഡബ്ല്യു വരുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, മൈനസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 2.303 എൻ ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറ്റും നമുക്ക് കിട്ടും. ഇത് എന്ത് ഹീറ്റാണ്? പറഞ്ഞോളൂ. ദിസ് ഈസ് ആക്ച്വലി റിവേഴ്സിബിൾ ഹീറ്റാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും നമുക്ക് കണ്ടുപിടിക്കണം. നോക്കൂ, ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ എച്ചും എന്തായിരിക്കും? യെസ്, 0 ആയിരിക്കും. കാരണം ഇവരെന്താണ്? ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ വോട്ട്? ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ്? യെസ്, ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ടി എന്താണ്? ഇസ് ഈക്വൽ ടു 0 ആണ്. സോ
ഇവരുടെ വാല്യൂ റിവേഴ്സിബിൾ ആണെങ്കിലും ഇറിവേഴ്സിബിൾ ആണെങ്കിലും എന്തായിരിക്കും 0 ആയിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളത് വർക്കാണ്, റിവേഴ്സിബിൾ വർക്കാണ്. റിവേഴ്സിബിൾ വർക്കിൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുക. -2.303 NRT log VF/VI ആലോചിച്ച് വെക്കണം. ഓക്കെ, പെട്ടെന്ന് തന്നെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ഇറിവേഴ്സിബിളിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് PdV എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി, -PdV. ഓക്കെ, അപ്പോൾ ഇനിയാണ് ഒരു കാര്യം വരിക, ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നോക്കിക്കോളെ, നമ്മുടെ ഇറിവേഴ്സിബിൾ വർക്ക് ഓക്കെ, അതേപോലെ റിവേഴ്സിബിൾ പ്രോസസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റിവേഴ്സിബിൾ പ്രോസസ്സ് ആകുമ്പോൾ ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മിക്കണേ, റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഇവിടെ ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ്, പ്രോസസ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടാവും. ഇവിടെ ആകുമ്പോഴോ ഫൈനൈറ്റ് സ്റ്റെപ്പ് ആയിരിക്കും, 1, 2, 3 അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ ആകുമ്പോഴോ റിവേഴ്സിബിളിൽ ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടാവും. മേ ബി ഞാൻ പറയുകയാണ്, എൻ്റെ PV ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണേ. നോക്കിക്കോളൂ, ദിസ് ഇസ് മൈ PV ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. രണ്ടിലും സെയിം ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആകുമ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് ഒരു സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഫൈനൈറ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നു, ഒരു സ്റ്റെപ്പിലുള്ള ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം റിവേഴ്സിബിൾ ആകുമ്പോൾ എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടാവും. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഈ ഏരിയ അണ്ടർ PV ഗ്രാഫ് എന്താ തരിക? ഏരിയ അണ്ടർ PV ഗ്രാഫ് വിൽ ഗിവ് യു വാട്ട്? യെസ്, വർക്ക് ഡൺ ആണ് നമുക്ക് തരിക. കാരണം PV വർക്കാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് തരിക. സോ ഞാനിവിടെ എന്ത് കണ്ടുപിടിക്കുകയാണ്, എൻ്റെ വർക്ക് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, ഇതിൻ്റെ ഏരിയ എടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് എൻ്റെ ഇനീഷ്യൽ വോളിയം, ഇതെന്താണ് എൻ്റെ ഫൈനൽ വോളിയം. അപ്പോൾ ഈ ഫൈനൽ വോളിയത്തിലുള്ള പ്രഷർ എന്താണ്? ദിസ് ഇസ് മൈ എക്സ്റ്റേണൽ പ്രഷർ അല്ലേ. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ നോക്കിക്കോ, ഇതായിരിക്കും എൻ്റെ ഏരിയ അല്ലേ. എൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ ആൻഡ് മൈ ഇനീഷ്യൽ വോളിയം ആൻഡ് ഫൈനൽ വോളിയം, ഇതാണ് എൻ്റെ PdV ഗ്രാഫിൻ്റെ ഏരിയ. ദാറ്റ് ഇസ് മൈ വർക്ക് ഡൺ. ഓക്കെ, ഇനി ഇതേപോലെ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റെപ്പാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നോക്കിക്കോളെ, ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റെപ്പാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഞാനിവിടെ 2 സ്റ്റെപ്പ് കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കാം. 2 സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് അല്ല, 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ പ്രോസസ്സിൽ. എന്നിട്ട് നമുക്ക് റിവേഴ്സിബിളിൽ പോവാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, ഇത് A, ഇത് B, ഇത് C. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് വരണം. ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഇസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ ദിസ് ഇസ് മൈ, ഈ പ്രോസസ്സിൽ ഇതാണ് എൻ്റെ ഇനീഷ്യൽ വോളിയം. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലെ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇതാണ് എൻ്റെ ഫൈനൽ വോളിയം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ ആയിരിക്കും അല്ലേ എൻ്റെ P എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ P എക്സ്റ്റേണൽ, അതായത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ. യെസ്, ഇങ്ങനെയായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കിയാൽ നിങ്ങൾ B to C 2 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. നോക്കിക്കോളെ, ഇതായിരിക്കും എൻ്റെ എക്സ്റ്റേണൽ പ്രഷർ ആൻഡ് ഇവിടെയുള്ള ഇതായിരിക്കും ഇനീഷ്യൽ വോളിയം. ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും? ഫൈനൽ വോളിയം ആയിരിക്കും. അപ്പോൾ എൻ്റെ ഏരിയ എന്ത് വരും? ഈ കംപ്ലീറ്റ് ഏരിയ വരും അല്ലേ. കംപ്ലീറ്റ് ഏരിയ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടുന്ന് മനസ്സിലായത്? നോക്കിയേ, വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടിയപ്പോൾ, അതായത് 2 സ്റ്റെപ്പിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കൂടുതലല്ലേ 1 സ്റ്റെപ്പിനേക്കാളും. 1 സ്റ്റെപ്പിൽ ഇത്ര ഏരിയ ഉള്ളൂ, പക്ഷേ 2 സ്റ്റെപ്പിലാവുമ്പോൾ എന്താണ്? ഏരിയ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, വർക്ക് ഡൺ ഇൻ 2 സ്റ്റെപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ വെൻ ഡൺ ഇൻ സിംഗിൾ സ്റ്റെപ്പ്. അതായത് സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യണം എവിടെ? 2 സ്റ്റെപ്പിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിലടാ, ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എന്താണ്? ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സംഭവം എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അതായത് യെസ്, ഓരോ സ്റ്റെപ്പ് കൂടുന്തോറും ഈ ഗ്രാഫ് കംപ്ലീറ്റ് എന്താവും? ഫില്ല് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. സോ സിംപ്ലി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വർക്ക് ഡൺ
കാര്യം മനസ്സിലാക്കണം. ഇവിടെയും കൂടെ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു പ്രോസസ്സും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? ദാ ഇവിടെ ഈ ഏരിയ കൂടെ ഷെയ്ഡഡ് ആണ്. അങ്ങനെ ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫ് ഫുള്ളായിട്ട് എന്താവും? ഷെയ്ഡ് ചെയ്യപ്പെടും. അതായത് വർക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. വർക്ക് ഡൺ ഇൻ 3 സ്റ്റെപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? യെസ്, വർക്ക് ഡൺ ഇൻ 2 സ്റ്റെപ്പ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇൻ സിംഗിൾ സ്റ്റെപ്പ്, 1 സ്റ്റെപ്പ്. ഓക്കെ, സോ ഇൻ എസെൻസ് പറയുന്നത് നമ്മുടെ റിവേഴ്സിബിൾ വർക്ക്, നമ്മൾ ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, റിവേഴ്സിബിൾ വർക്ക് ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് വർക്ക് റിവേഴ്സിബിൾ ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? വർക്ക് ഇറിവേഴ്സിബിൾ. ഇവിടെ നോക്കണം. ആൻഡ് ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത്? എക്സ്പാൻഷൻ ആണോ നടക്കുന്നത്, കംപ്രഷൻ ആണോ നടക്കുന്നത്? ഇവിടെ നോക്കൂ, എക്സ്പാൻഷൻ ആണ് നടക്കുന്നത് അല്ലേ? കാരണം എന്താ? ഇനീഷ്യൽ വോളിയം ഇവിടെയാണ്, ഇവിടെ എന്താണ്? ഫൈനൽ വോളിയം എന്താണ്? കൂടുതലാണ് അല്ലേ? ഇനീഷ്യൽ വോളിയം ഇത്രയാണ്, ഫൈനൽ വോളിയം കൂടുതലാണ്. സോ വി ആർ കൺസിഡറിങ് വാട്ട്? എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ വർക്കിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്? എക്സ്പാൻഷൻ വർക്കിൽ നമ്മുടെ റിവേഴ്സിബിൾ വർക്ക് വിൽ ബി ഗ്രേറ്റർ ദാൻ വാട്ട്? ഇറിവേഴ്സിബിൾ വർക്ക്. ഇനി ഇതേ കാര്യം നിങ്ങൾ കംപ്രഷനിൽ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോളെ, ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇനീഷ്യൽ വോളിയം ഇവിടെയാണ്, ഫൈനൽ വോളിയം ഇവിടെയാണ്, അതായത് എക്സ്പാൻഷൻ ആണ്. ഇനി നിങ്ങൾ ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, കംപ്രഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, കംപ്രഷൻ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, കംപ്രഷനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യുവർ റിവേഴ്സിബിൾ വർക്ക് എന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും ഇറിവേഴ്സിബിൾ വർക്കിനേക്കാളും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, എക്സ്പാൻഷനിലാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? ഐ ഷുഡ് ഹാവ് റിട്ടൺ ഹിയർ, ദിസ് ഈസ് എക്സ്പാൻഷൻ. ഓക്കെ, എക്സ്പാൻഷനിൽ വി ഐ ടു വി എഫിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പിനേക്കാൾ കൂടുതൽ വർക്കായിരിക്കും എന്ത്? 2 സ്റ്റെപ്പ്. 3 സ്റ്റെപ്പിലാകുമ്പോൾ കൂടുതലായിരിക്കും, അതിൽ കൂടുതലായിരിക്കും. ഇനി ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ എന്തായിരിക്കും? ഈ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യും. അതായത് വർക്ക് ഡൺ ഇൻ 3 സ്റ്റെപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? 2 സ്റ്റെപ്പ്, വിച്ച് ഇസ് ഇൻഡീഡ് ഗ്രേറ്റർ ദാൻ വാട്ട്? സിംഗിൾ സ്റ്റെപ്പ്. അതായത് നമ്മൾ ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ എന്തായാലും എന്തായിരിക്കും? യെസ്, കൂടുതലായിരിക്കും. ഓക്കെ, ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? യെസ്, ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ പ്രോസസ്സാണ് അല്ലേ? അപ്പോൾ ഇൻ കേസ് ഓഫ് എക്സ്പാൻഷൻ യുവർ റിവേഴ്സിബിൾ വർക്ക് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ വാട്ട്? ഇറിവേഴ്സിബിൾ വർക്ക്. ഇനി കംപ്രഷനിലാണെങ്കിലോ റിവേഴ്സിബിൾ വർക്ക് എന്തായിരിക്കും? ചെറുതായിരിക്കും കമ്പയർഡ് ടു ഇറിവേഴ്സിബിൾ വർക്ക്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, എൻ്റെ വർക്ക് നോക്കിക്കോളെ, വർക്ക് ഇറിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടോ? -P എക്സ്റ്റേണൽ ഡി വി എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഹീറ്റ് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? ഹീറ്റ് ഇറിവേഴ്സിബിൾ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്തായിരിക്കും? യെസ്, +P എക്സ്റ്റേണൽ ഡി വി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ എച്ചും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഐസോതെർമൽ പ്രോസസ്സാണ്. ഇനി റിവേഴ്സിബിൾ വർക്ക് ആണെങ്കിൽ നോക്കിക്കോളെ, റിവേഴ്സിബിൾ വർക്ക് ആണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, -2.303 എന്തായിരുന്നു? NRT ലോഗ് VF/VI എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതേണ്ട വരും. അപ്പോൾ Q എന്തായിരിക്കും? ഇവിടെ തന്നെ ഞാൻ എഴുതാം. Q റിവേഴ്സിബിൾ എന്തായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി +2.303 NRT ലോഗ് VF/VI. ഈ 2 കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ എന്ന് നൊട്ടേറ്റ് ചെയ്യാത്തത്? നോക്കൂ, റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ് ഉണ്ടാകും. ആൻഡ് ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഒക്കെ ആയിരിക്കും അല്ലേ? അതായത് ഇവരുടെ പാത്താണ് ആക്ച്വലി ഡിഫറെൻറ്റ്. അതായത് ഇവരുടെ പാത്ത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ നോക്കണം, ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും എന്താണ്? ആക്ച്വലി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ? ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും എന്താണ്? യെസ്, ആക്ച്വലി എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവരെന്താണ്? യെസ്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വാട്ട്? ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അതേസമയം വർക്കും ഹീറ്റും എന്താണ്? യെസ്, പാത്ത് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്ത് റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും എഴുതേണ്ട വരും. പക്ഷേ ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതേ കാര്യം, ഒരു കാര്യം കൂടെ, കംപ്രഷൻ വർക്കും എക്സ്പാൻഷൻ വർക്കും അതും കൂടെ ഞാനൊന്ന് എഴുതി വെച്ചേക്കാം. നമ്മൾ പറഞ്ഞ കാര്യമാണ്. എക്സ്പാൻഷൻ വർക്കിൽ യെസ്, എക്സ്പാൻഷൻ വർക്ക് ആകുമ്പോൾ എന്തായിരിക്കും? യെസ്, യുവർ റിവേഴ്സിബിൾ വർക്ക് വിൽ ബി ഗ്രേറ്റർ ദാൻ വാട്ട്? ഇറിവേഴ്സിബിൾ വർക്ക്.
ഓക്കെ. ഇനി കംപ്രഷൻ ആകുമ്പോൾ ഈ കംപ്രഷൻ വർക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ യെസ്, നമ്മുടെ റിവേഴ്സിബിൾ വർക്ക് വിൽ ബി ലെസ് ദാൻ വോട്ട്. യെസ്, നിങ്ങളുടെ റിവേഴ്സിബിൾ വർക്ക്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു പ്രോബ്ലം നോക്കാം. 2 mol of an ideal gas expanded isothermally and reversibly. റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ് പറയുന്നത്. ഫ്രം 1 liter to 10 liter at 300 Kelvin. വാട്ട് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച്? ശ്രദ്ധിക്കണം, എൻതാൽപ്പി ചേഞ്ച് എന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എൻതാൽപ്പി ചേഞ്ച് എത്രയായിരിക്കും? ഡെൽറ്റ എച്ച് എത്രയായിരിക്കും? 0 ആയിരിക്കും. സിംപ്ലി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഡെൽറ്റ യു ചോദിച്ചാലും എന്തായിരിക്കും? 0. വർക്കും ഹീറ്റൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതുള്ളൂ, റിവേഴ്സിബിൾ വർക്കിൻ്റെത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. ഡെൽറ്റ യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇറിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഡെൽറ്റ എച്ചും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, 0 ആയിരിക്കും. ഇനി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഡെൽറ്റ യു എന്താണ്? 0 ആണ്. അങ്ങനെയാകുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നും കൂടെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂ ഇറിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. ഇവരെന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ബിക്കോസ് ദീസ് ആർ പാത്ത് ഫങ്ഷൻസ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ്. യെസ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് തെറ്റായിരിക്കും. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ക്ലിയർ? അടുത്തത് അഡയബാറ്റിക് പ്രോസസ്സ്. ഐസോതെർമൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് അഡയബാറ്റിക് പ്രോസസ്സ്? അഡയബാറ്റിക് പ്രോസസ്സിൽ ഞാൻ പറയുന്നു ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിപ്പോൾ റിവേഴ്സിബിൾ ആണെങ്കിലും ഇറിവേഴ്സിബിൾ ആണെങ്കിലും ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്യൂ റിവേഴ്സിബിളും ക്യൂ ഇറിവേഴ്സിബിളും ഒക്കെ എന്തായിരിക്കും? 0 ആണ്, അല്ലേ? അഡയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കുകയാണ്. വർക്ക് ഇസ് ഈക്വൽ ടു വോട്ട്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ നോക്കിക്കോളെ, ഈ ക്യൂ എന്താണെടാ? 0 ആണ്. which is your adiabatic work is equal to what? Delta U. Delta U എന്താ? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇതെന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡയാബാറ്റിക് വർക്ക് ഈസ് ഓൾസോ വാട്ട്? യെസ്. അഡയാബാറ്റിക് വർക്ക് എന്താണ്? അഡയാബാറ്റിക് വർക്ക് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വാട്ട്? യെസ്, ദി പാത്ത് ഫോളോഡ്. അപ്പം എന്തായിരിക്കും? വർക്ക് റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു വാട്ട്? വർക്ക് ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് ഇസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ യു. ഡെൽറ്റ യു എന്താണ്? എൻ സി വി ഡെൽറ്റ ടി. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി പോവാം, അല്ലേ? യെസ്. ഇനി ഇന്റേണൽ എനർജി എന്തായിരിക്കും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് എന്തായിരിക്കും? യെസ്, ഡെൽറ്റ എച്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? എൻ സി പി ഡെൽറ്റ ടി. ഇങ്ങനെ നമുക്ക് എഴുതി പോവാം, അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് എഴുതി പോവാം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എൻ സി വി ഡെൽറ്റ ടിയും എൻ സി പി ഡെൽറ്റ ടിയും. ഓക്കെ, കാരണം ഇവരെന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഓൾറൈറ്റ്. ഇനി ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് എന്തായിരിക്കും? വർക്ക് 0 ആയിരിക്കും, അല്ലേ? വർക്ക് 0 ആയിരിക്കും. അപ്പോൾ റിവേഴ്സിബിൾ വർക്കും ഇറിവേഴ്സിബിൾ വർക്കും ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. യെസ്. ഓൾറൈറ്റ്. കാരണം എന്താ? വർക്ക് ഇസ് ഈക്വൽ ടു വാട്ട്? മൈനസ് പി ഡി വി. ഡി വി എന്താണ്? 0 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ? ഇനി ഹീറ്റ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു വാട്ട്? ക്യൂ പ്ലസ് ഡബ്ല്യു. ഡബ്ല്യു എന്തായി? 0 ആയി, അല്ലേ? അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ യെസ്, ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താണ്? ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. യെസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയായി, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു കാര്യം മനസ്സിലായാൽ യെസ്, ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ക്യൂ റിവേഴ്സിബിളും ക്യൂ ഇറിവേഴ്സിബിളും എന്തിന് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ യുവിന് ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സി വി ഡെൽറ്റ ടി. സിമ്പിൾ അല്ലേ? യെസ്. ഇനി ഇതേപോലെ തന്നെ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. എൻതാൽപ്പി എന്തായിരിക്കും? എൻ സി പി ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഐസോബാറിക് പ്രോസസ്സിൽ വർക്ക് ഇസ് ഈക്വൽ ടു എന്തെഴുതാം? മൈനസ് പി എക്സ്റ്റേണൽ പി എഫ് മൈനസ് വി ഐ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? പി എക്സ്റ്റേണൽ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എൻ ആർ ടിയുടെ ടേമിൽ എഴുതുകയാണെങ്കിൽ മൈനസ് എൻ ആർ ടി എഫ് മൈനസ് ടി ഐ എന്നുള്ള രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. ടെമ്പറേച്ചറിലായിരിക്കും ഡിഫറൻസ് ഉണ്ടാകുക. നമുക്കറിയാം ഡെൽറ്റ എൻ ജി ഡിഫറൻസ് ആവുന്നത് എപ്പോഴാണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്
കംപ്രഷൻ വർക്കും എക്സ്പാൻഷൻ വർക്കുമാണ്. അപ്പോൾ ഡെൽറ്റ ടി നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഹീറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? ഹീറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് പി ഡി വി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോഴോ യെസ് ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി വർക്കിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ വർക്ക് ഓർഡർ, ഓക്കെ, ഏത് വർക്കാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസോബാറിക് വർക്ക് ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഐസോബാറിക്, ദെൻ കംസ് ഐസോതെർമൽ, യെസ്, ദെൻ കംസ് ഐസോതെർമൽ, പിന്നെ ഏതായിരിക്കും? അഡയബാറ്റിക്, ദെൻ ഫൈനലി ഐസോകോറിക്. ഐസോകോറിക് വർക്ക് ആയിരിക്കും കേട്ടോ, ഐസോകോറിക് വർക്ക്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഓർഡറും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലം. സെലക്ട് ദി സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമലിലെ വർക്ക് ഡിഫറൻ്റ് ആണ് അല്ലേ? റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും എന്താണ്? നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതെന്തായാലും സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല, ദിസ് ഇസ് എ പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ. ഓക്കെ, വർക്ക് ഓഫ് അഡയബാറ്റിക് പ്രോസസ് ഇത് നമുക്കറിയാം അല്ലേ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. അപ്പോൾ അഡയബാറ്റിക് പ്രോസസ്സിൽ ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പോൾ ഇതെന്തായിരിക്കും? യെസ്, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. യെസ്, ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു എപ്പോഴും എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്തായിരിക്കും? ബോത്ത് ബി ആൻഡ് സി. അടുത്തത് 2 moles ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. നിങ്ങളെ 2 moles എത്രയാണ്? 2 moles. ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 300 കെൽവിൻ. എക്സ്പാൻഡഡ് റിവേഴ്സിബിളി, യെസ്, റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഫ്രം 2 ലിറ്റർ ടു 20 ലിറ്റർ എക്സ്പാൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് കിലോ ജൂളിലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ആറിൻ്റെ വാല്യൂ എന്താക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? കെലാറി. അപ്പോൾ എന്തായിരിക്കും? യെസ്, വർക്ക് ഇസ് ഈക്വൽ ടു -2.303. എത്രയാണ്? 2. നമ്പർ ഓഫ് മോൾസ് 2 ആണ്. ആർ എത്രയാണ്? 2. ടി എത്രയാണ്? 300. ലോഗ് 20/2 എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ലോഗ് 10ൻ്റെ വാല്യൂ എത്രയാ? യെസ്, 1 അല്ലേ? അപ്പോൾ നോക്കി, 300 ഇൻറ്റു 4 എത്രയായിരിക്കും? 1200. യെസ്, -2.303 ഇൻറ്റു എന്തായിരിക്കും? 1200 എത്ര വരും? യെസ്, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യെസ് -2760 എന്നൊക്കെ വരും. ഓക്കെ, ജൂൾ. അപ്പോൾ എന്തായിരിക്കും? യെസ്, നിങ്ങളുടെ ആൻസർ വിൽ ബി -2.76 ജൂൾ എന്ന് നമുക്ക് ആൻസർ വരും. ദിസ് ഇസ് ഇൻ കിലോ ജൂൾ. ഓക്കെ, യാ. അടുത്തത് 1 mole ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എക്സ്പാൻഡഡ് ഫ്രം 4 decimeter cube ടു 10 decimeter cube. ഗൈസ്, 1 decimeter cube എന്ന് പറഞ്ഞാൽ എത്രയാണടാ? 1 ലിറ്റർ തന്നെയാണ് കേട്ടോ. കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണ് 2 atm. കാൽക്കുലേറ്റ് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ യു ഡെൽറ്റ എച്ച് 0 ആയിരിക്കും, കാരണം ഐസോതെർമൽ പ്രോസസ് ആണ്. ഇനി ഡബ്ല്യു നോക്കി നിങ്ങൾ എക്സ്പാൻഷൻ, നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഡബ്ല്യു എന്താണടാ? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് അല്ലേ? -PdV ആണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. വർക്ക് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വർക്ക് പോസിറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് തെറ്റായിരിക്കും. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെയൊക്കെ വർക്കും ഹീറ്റൊക്കെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ഐസോതെർമൽ പ്രോസസ്സിലായിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഇക്വേഷൻ. യെസ്, റിവേഴ്സിബിൾ പ്രോസസ്സിലെ വർക്ക് ഡൺ -2.303 NRT log VF/VA. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.